പ്രശ്നാവൂ? പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഒരു പേര് പറയും. ആരുടെ പേര്? എന്തെങ്കിലും ഒരു പേര്. രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ നായർ. என்ன வேணும்? ഓ, തമിഴാണല്ലേ? வந்து ராதாகிருஷ்ணன் நாயர் வீடு தானே? ஆமா. உட்காருங்க. വാ, സ്ഥലം കാലിയാക്കാം. ആരാണ്? കയറി വരൂ. രാധാകൃഷ്ണൻ നായർ? അതെ, ഞാനാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. ഞാൻ ബാലേന്ദ്രൻ, ഹോട്ടൽ ബിസിനസ് ആണ്. അല്ല, നായരാണ്. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഞാൻ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ അല്ല, നാട്ടിലാ പ്രാക്ടീസ് ചെയ്യുന്നേ. അതും ഒരു കൊല്ലായിട്ട് പ്രാക്ടീസിന് പോണില്ല. അതിന്റെ ആവശ്യമില്ല. വീട്ടില് ധാരാളം സ്വത്തുണ്ടേ. പിന്നെ അത്യാവശ്യം രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? രാധാകൃഷ്ണ, അവരെത്തിയോ? അവരല്ല, ഇത് എന്നെ കാണാൻ ഒരു ക്ലയന്റ് വന്നാണ് അച്ഛാ. നിന്നെ കാണാൻ ക്ലയന്റോ? ബാലചന്ദ്രൻ, സർപ്രൈസ്. അങ്ങനെന്താ ഇവിടെ? അല്ല ചോദ്യം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ ചോദിച്ചാ എന്താ പറയാ? ഇരിക്കേ, ഇദ്ദേഹം എന്റെ ബന്ധുവാണ്, നാരായണൻ. എന്താ കേസും കൂട്ടൊക്കെ? എന്റെ ഈ ചിറ്റ് ഫണ്ട്സിന്റെ ചില കേസുകള്. അതുമല്ല, നല്ല വക്കീലന്മാരെ ഏൽപ്പിക്കണ്ടേ? ഇവൻ കുറച്ചാള് ഗവൺമെന്റ് കിട്ടി നടന്നല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇവൻ എങ്ങനെ അറിയും? ആരോ പറഞ്ഞു. ആരാ പറഞ്ഞു നാരായണേട്ടാ? ആരാ പറഞ്ഞേ? ആരോ പറഞ്ഞു അങ്കിളുടെ മകൻ അഡ്വക്കേറ്റ് ആണ്, വളരെ മിടുക്കനാണെന്നൊക്കെ. അയ്യോ, ഇവൻ എന്റെ മകനല്ല, സണ്ണിലോ ആണ്, രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. സണ്ണിലോ? സണ്ണിലോ മകനാണല്ലോ. വലിയ തറവാട്ടുകാരാ. ഒറ്റപ്പാലത്ത് തെക്കേപ്പാട്ട് ജഡ്ജി രാവുണ്ണി നായർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. രാധാകൃഷ്ണ, ചായ എടുക്കാൻ പറ. നല്ലവനാ, പാവാ. ആ കാര്യങ്ങളൊക്കെ ഞാൻ ലക്കിയ. എനിക്ക് 3 പെമ്മക്കളാ. മൂത്തോടെ ഭർത്താവ് പോലീസിലാ, ക്രൈംബ്രാഞ്ച് DYSP കൃഷ്ണകുമാർ. അവനിപ്പോ എറണാകുളത്താ. രണ്ടാമത്തെ ആളെ കണ്ടല്ലോ, ഇവനിപ്പോ കുറച്ചാളത്തെ ഇവിടെ തന്നെയാ. അവരല്ല, വേറെ ആളാ, എന്റെ വൈഫാ. നമസ്കാരം. നമസ്കാരം. ഇളയമോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആലോചനകൾ നടക്കുന്നു. ഇന്ന് അവളെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. മദ്രാസിൽ തന്നെയാ, വൻപുള്ളികളാ, കോൺട്രാക്ടേഴ്സാ. നിങ്ങൾ വന്നപ്പോ എല്ലാരും കരുതി അവരാണെന്നാ. ഞാൻ ആലോചിക്കായിരുന്നു അവരാണെ കാറിലാണല്ലോ വരിക എന്ന്. ഞങ്ങളും കാറിലാ വന്നത്. കാറ് പുറത്തിട്ടിരിക്കുക. തെക്കേപ്പാട്ട് തറവാട്ടമ്മ മാലതി. ചായ മാത്രമേ ഓടി? അല്ല, കൊണ്ടുവരുന്നുണ്ട്. ഇവളാണ് കല്യാണ പെണ്ണ് നിർമ്മല. കല്യാണ ചെറുക്കനെ ഇന്റർവ്യൂ ചെയ്യാൻ കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്നിരിക്കുക. ബാലചന്ദ്രൻ ഒരു VIP ഗസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലീഡിങ് ചിട്ടി ഫണ്ടിന്റെ പ്രൊപ്പറേറ്ററാ. പിന്നെ ഒരു ഹോട്ടലുണ്ട്. നമ്മളൊന്ന് ഡിന്നർ കഴിക്കാൻ പോയില്ലേ മോളെ? കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണകുമാർ വന്നപ്പോ ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ. വേറൊരു ദിവസമായിരുന്നു നമുക്കൊന്ന് കൂടായിരുന്നു കേട്ടോ. അവരെത്തിയെന്നാ തോന്നണേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ചായ കഴിക്ക്, അവര് വന്നോട്ടെ. അല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ മുഴുവൻ കുടിക്കണ ശീലം ഇല്ലാന്ന് തോന്നണു. അത് കലക്കി. അപ്പൊ ശരി, കല്യാണത്തിന് ഇൻവിറ്റേഷൻ അയക്കും, വരണം. ഹലോ മിസ്റ്റർ KK നായർ, വെൽക്കം. KR നായർ സാർ വന്നില്ലേ? ഇല്ല, അളിയൻ പെട്ടെന്ന് ഡൽഹിക്ക് പോയി. ഇന്നലെ വൈകുന്നേരം CM വിളിച്ചു, ഉടനെ പുറപ്പെടണമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടി പോയി. അളിയന് പകരമാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ ഞാൻ പോരുന്നില്ലല്ലോ? അയ്യോ, അത് കൊള്ളാം. അനന്തരന് വേണ്ടി അമ്മാവൻ തന്നെ വരണം. മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ, ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ പ്രൊപ്പറേറ്റർ. ഓഹോ, ഞങ്ങളുടെ പല ക്ലയൻസും അവിടെ താമസിക്കാറുണ്ട്. ഇദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടേണ്ട വ്യക്തിയാണ്. ബാലചന്ദ്രന് ഗുണം ചെയ്യും. മിസ്റ്റർ KK നായർ, KR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജനറൽ മാനേജരാ. KR നായരുടെ ഭാര്യയുടെ സഹോദരൻ. KR നായർ അറിയാമല്ലോ, KR കൺസ്ട്രക്ഷൻ കമ്പനി ഓഡീശ്വരൻ അറിയാം. അളിയനെ അറിയാത്ത മലയാളികളാരാ മദ്രാസിലുള്ളത്? ചീഫ് മിനിസ്റ്ററുടെ അടുത്ത ആളാ. രണ്ടുപേരും ഒരു നാട്ടുകാരാ, പാലക്കാട്. അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ അനന്തരവനെ പരിചയപ്പെട്ടില്ലല്ലോ, സുരേഷ് കുമാർ. ഇവനാണ് മണവാളൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.
നമ്മൾ റെസ്റ്റോറന്റിൽ കയറുന്നതിന് മുൻപേ അയാൾ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ചുട്ടിക്കളിയാണോടി? ആ എനിക്കറിയാമോ, ഞാൻ ആദ്യമായിട്ട് കാണുക. കണ്ടിട്ട് കുഴപ്പക്കാരനാണെന്ന് തോന്നണില്ല. ആ വയസ്സിന് ഇത്തിരി പെശക്. മാരീഡ് ആയിരിക്കൂടി? എന്താ നിനക്കയാളെ നോട്ടമുണ്ടോ? ആ, ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. അയാളെ കാണാൻ നല്ല രസല്ലേടി? സുന്ദരനാണ്. അയാൾ മാരീഡ് അല്ലെങ്കിൽ നിനക്ക് അയാൾ മതിയായിരുന്നു. നല്ല ചേർച്ചയാ. എനിക്കുള്ള കോന്തൻ ദേ താഴെ വന്നിരിക്കുന്നുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. എടി നിർമ്മലേ, ഈ വേഷമൊക്കെ മാറ്റി ഒന്ന് വേഗം ഒരുങ്ങടി. ഓ, വേഷം കിട്ടാനൊന്നും എന്നെ കിട്ടില്ല. ഇതാണ് നിർമ്മല, ഇതാണ് രൂപം. ഓ, ഇവളെ കൊണ്ട് തോറ്റു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. മല്ലിച്ചി, ചെക്കനെ കണ്ടില്ലേ? എങ്ങനുണ്ട്? ആ, തരക്കേടില്ല. മുഖത്ത് നോക്കിയ ഒരു പൗരുഷമില്ല. നേരത്തെ വന്ന ആള് എന്താ ഗെറ്റപ്പ് അല്ലേടി? ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു. അതാ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അയാള് മാരീഡ് ആണെന്ന് തോന്നുന്നു. ആ പെണ്ണിനോട് എനിക്ക് കുശുമ്പാ തോന്നണേ. ആ, അവരുടെ ഭാഗ്യം. ഇങ്ങനൊരു വട്ട് കേസ്. ഹലോ ഹലോ, മിസ്റ്റർ ബാലചന്ദ്രനാണോ? അതെ. മിസ്സസ് കൊടുക്കുവോ? മിസ്സസോ? മിസ്സസ് ഇല്ലല്ലോ. എവിടെ പോയി? നിങ്ങൾക്ക് ആള് തെറ്റി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. താങ്ക് യു. ഹലോ, എന്ത് പറഞ്ഞടി? സ്റ്റിൽ അൺമാരിഡ്, ക്രോണിക് ബാച്ചിലർ. എങ്ങനെയുണ്ട് റീനയുടെ ബുദ്ധി? സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് സംസാരിക്കണോ? എന്നോടൊന്നാണോ പറയുന്നത്? എന്തിനാ? നിനക്ക് സംസാരിക്കണമെന്നുണ്ട്. ഒന്നുകൂടെ വിളിക്കാം. ഹലോ. ദാ ഫോൺ എടുത്തു. സംസാരിക്കൂ, സംസാരിക്കൂ. ഹലോ. ഹലോ ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ. ആ, എന്താ വേണ്ടെന്ന് പറയൂ. ഇതെന്താ ഉറങ്ങുന്ന മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ? നിങ്ങൾ ആരാണ്? ഒരു മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യനെ കളിയാക്കാണോ? ചൂടാവില്ലേ സാർ? ഈ മനോഹരമായ രാത്രിയിൽ കന്യകയായ ഒരു പെൺകുട്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഇത്ര അരസികത്വം പാടില്ല സാർ. പിന്നെ ഞാൻ എന്ത് വേണം? ഇത്തിരി റൊമാൻറ്റിക് ആവാം. മധുരമുള്ള ശബ്ദത്തിൽ സംസാരിച്ചുകൂടെ? എന്നാൽ ഒരു പാട്ട് പാടാം, ഒരു പ്രേമഗാനം. വെരി ഗുഡ്, കേൾക്കട്ടെ. നോയ്സൻസ്. ചൂടായി. ആള് വിചാരിച്ചതുപോലല്ല, ടഫാ. അത് വിട്ടേക്ക് മോളെ. എനിക്കിഷ്ടായി. എന്ത്? പെണ്ണിന്റെ നിറം കണ്ട കൊഞ്ചിക്കൊഴയാൻ നിൽക്കുന്ന ആളല്ല. അച്ഛാ, റീനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം. ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് വെയിലാറിയിട്ട് പോയപ്പോരെ. അയ്യോ, ഡാഡി എന്നെ കൊല്ലും. ഇന്നലെ തന്നെ ഡാഡിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ വിട്ടത്. ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തിയേക്കാന്ന വാക്ക്. വാക്കല്ലേ മാറാൻ പറ്റൂ. പിന്നെ എന്ത് തീരുമാനിച്ചു കൂട്ടുകാരികള്? തീരുമാനം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. നിനക്ക് വല്ല മാറ്റം ഉണ്ടോടി? ഇല്ല. മോടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. പക്ഷെ എന്റെ ഒപ്പീനിയൻ നീ ഒന്നുകൂടെ ആലോചിക്കണമെന്നാ. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാ. KR നായരെന്ന് വെച്ചാൽ ആരാണെന്ന് വിചാരിച്ചേ? ചീഫ് മിനിസ്റ്റർ ഓഫീസില് പെർമിഷൻ ഇല്ലാതെ കയറി ചെല്ലാവുന്ന ഒരാളെ ഉള്ളൂ KR നായർ. അതൊരു ക്വാളിഫിക്കേഷൻ ആണോ അങ്കിൾ? മാത്രമല്ല മിസ്റ്റർ KR നായർ അല്ലല്ലോ വരൻ. ചെക്കൻ എന്താ മോശമാണോ? മിടുക്കനല്ലേ? മാലതിക്കും ഇഷ്ടായി, എനിക്കും ഇഷ്ടായി, അമ്മയ്ക്കും ഇഷ്ടായി. കൃഷ്ണേട്ടനും സുഭദ്രേട്ടത്തേക്ക് ഇഷ്ടാവുന്നുള്ള കാര്യത്തില് ഒരു തർക്കവും ഇല്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിന്റെയാണ് ജീവിതം, നീയാണ് തീരുമാനിക്കേണ്ടത്. യെസ്. ഹലോ, ആരാണ്?
മനുഷ്യസ്ത്രീ. നിങ്ങൾ ആരാണ്? വെറുതെ എന്നെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ പ്ലീസ് കം ടു ദ റെസ്റ്റോറന്റ്. ഏത് റെസ്റ്റോറന്റിൽ? ഈ ഹോട്ടൽ റെസ്റ്റോറന്റ്. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ. മനുഷ്യസ്ത്രീ. What did you say? യെസ്, പ്ലീസ് സർ. താങ്ക് യു. வெயிட்டர் சார், எனக்காக யாராவது வெயிட் பண்றாங்களா? முன்னாடி ஃபோன் பண்ணாங்களே அந்த லேடி தானே சார்? அது அந்த குரூப்ல இருக்காங்களே. சரி. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു മനുഷ്യ സ്ത്രീയല്ലേ തിരയുന്നത്? ഞങ്ങളുമൊക്കെ മനുഷ്യരാണ്. മീറ്റ് മൈ സണ്ണിലോ കൃഷ്ണകുമാർ. ഒരു പാവം പോലീസാണേ. അറിയാൻ കേട്ടിട്ടുണ്ട്. ഇതെന്റെ മകളെ സുഭദ്ര. നമസ്കാരം. ബാക്കിയെല്ലാം അറിയാലോ. ആ, പിന്നെ അന്വേഷിച്ച ആള് കണ്ടിട്ടുണ്ടാവും, പക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പരിചയപ്പെട്ടിട്ടുണ്ട് ടെലിഫോണിലൂടെ. ഓ, മനുഷ്യസ്ത്രീ അല്ലേ? മദ്രാസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പോൾ വർക്കിയുടെ മകൾ റീന. ഓ, മിസ്റ്റർ ബാലേന്ദ്രൻ ഇരിക്കൂ. ഇല്ല, നിങ്ങൾ കൈ. പേടിക്കൊന്നും വേണ്ട, വില്ല് ഞങ്ങൾ പേടിച്ചോളാം. അല്ല, അതുകൊണ്ടല്ല. നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞാനൊരു അധികപ്പറ്റാവണ്ട. ഞങ്ങൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു വിവാഹ നിശ്ചയത്തിന് സന്തോഷമാണ്. KR നായരുടെ മകൻ നിർമ്മലയെ കാണാൻ വന്ന ദിവസം ക്ഷണിക്കാതെയാണ് താൻ വന്നത്. ഞാൻ അറിയാതെ കേസിന്റെ കാര്യത്തിന് വന്നല്ലേ. ഏത് കേസ്? നുണയൊന്നും പറയണ്ട, കൂട്ടുപ്രതി എല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു തനിക്ക്? സ്വയംവരത്തിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അവിടെ ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ വുഡ് ബി സണ്ണിലേക്കുള്ള. സമ്മതമാണെങ്കിൽ തനിക്ക് അവിടെ പോയിരിക്കാം.